ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് പേരാവൂർ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും CPIMന്റെ വനിതാ മുഖൻ KK ശൈലജയും തമ്മിലുള്ള മത്സരത്തിൽ ആര് ജയിക്കും? KK ശൈലജ ഒരു വെല്ലുവിളിയുമല്ലെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. പേരാവൂർ പിടിച്ചെടുക്കുമെന്നാണ് KK ശൈലജയുടെ അവകാശവാദം. ക്രൈസ്തവ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന BJPക്ക് വോട്ട് ശതമാനം ഉയർത്താൻ കഴിയുമോ എന്നതും ആകാംക്ഷയാണ്. കുടിയേറ്റത്തിന്റെ മണ്ണിൽ ഇത്തവണ കൊമ്പ് കോർക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ കരുത്തർ. 4ാം വിജയം ലക്ഷ്യമിടുന്ന സണ്ണി ജോസഫിനെ വെല്ലുവിളിക്കാൻ KK ശൈലജ ഇറക്കിയതോടെയാണ് മത്സരചിത്രം മാറിമറിഞ്ഞത്. പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായ പേരാവൂരിൽ ഇത്തവണയും വിജയമുറപ്പെന്നാണ് KPCC അധ്യക്ഷന്റെ പക്ഷം. KK ശൈലജ ഒരു വെല്ലുവിളിയല്ലെന്നും സണ്ണി ജോസഫ്. അതുകൊണ്ടൊരു പ്രശ്നവുമില്ല. വളരെ നല്ല ഭൂരിപക്ഷത്തിന് പേരാവൂര് UDF സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. ടീച്ചർ വന്നതിന് ശേഷം സാഹചര്യം മാറിയിട്ടൊന്നുമില്ല. മുമ്പ് തോൽപ്പിച്ചു എന്നുള്ള ചരിത്രമൊക്കെ ഉണ്ട്. അതും ഓർത്തുകൊണ്ട് തന്നെ ചോദിക്കുക. വ്യത്യാസമില്ല, ഒരു വ്യത്യാസം. 2006 പേരാവൂരിൽ കോൺഗ്രസിന്റെ AD മുസ്തഫയെ പരാജയപ്പെടുത്തിയ KK ശൈലജ ഇത്തവണയും വിജയം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ്. മണ്ഡലം തിരികെ പിടിക്കാനാണ് പേരാവൂർ സ്വദേശിയായ ശൈലജയെ സ്വന്തം മണ്ഡലത്തിലേക്ക് മാറ്റിയതെന്നാണ് CPIMന്റെ ഭാഷ്യം. അപ്പം 3400 താഴെ വോട്ടിനാണ് 2 തവണയും ഞങ്ങൾ പരാജയപ്പെട്ടത്. ഇത്തവണ യാതൊരു സംശയവുമില്ല, ഈ 3100 വോട്ടിനെയൊക്കെ മറികടന്ന് ഇത് എൻ്റെ നാടാണ്, ഇവിടെ വികസനം ആഗ്രഹിക്കുന്നു ജനം. ജയിച്ചാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് മറുപടി. SDPI വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ SDPയെ തള്ളിപ്പറയാനും KK ശൈലജ തയ്യാറായില്ല. മറ്റ് ഏതെല്ലാം പാർട്ടിയിൽ ആരെല്ലാം എങ്ങനെയെല്ലാം വോട്ട് ചെയ്യുന്നു എന്ന് എനിക്കിപ്പോൾ നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ മുന്നണിയായിട്ട് ഇവിടെ മത്സരിക്കുന്നുണ്ട്. അതുപോലെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പേരാവൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു വോട്ട് എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കഴിഞ്ഞ തവണ NDAയ്ക്കായി മത്സരിച്ച പൈലി വാത്യാട് തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ പരമാവധി വോട്ട് ഉയർത്തുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. പേരാവൂരിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായാൽ കോൺഗ്രസിന് കാര്യങ്ങൾ എളുപ്പമാകും. മറിച്ചായാൽ CPIMന്റെ രാഷ്ട്രീയ വിജയവും. ബിഗ് TV പേരാവൂർ.